കോഴിക്കോടിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലേക്കുള്ള പ്രവേശന കവാടമാണ് ബാലുശ്ശേരി. കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ദൂരം. കണക്ടിവിറ്റിയാണ് സാറേ ഞങ്ങളെ മെയിൻ. ഉള്ളിയേരി വഴി കൊയിലാണ്ടി, കൂട്ടാലിയുടെ വഴി പേരാമ്പ്ര, കുറ്റ്യാടി, താമരശ്ശേരി വഴി എടവണ്ണ, വയനാട്, ഇങ്ങനെ എല്ലാ പ്രദേശങ്ങളിലേക്കും നല്ല ആക്സസ് ഉള്ള ഒരു പ്രദേശമാണിത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ബാലുശ്ശേരി കോട്ട കുറുമ്പ്രനാട് രാജാക്കന്മാരുടെ ശക്തിയുടെ പ്രതീകമായിരുന്നു. ഈ കോട്ടയുടെ സമീപത്താണ് പ്രശസ്തമായ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഉത്സവത്തിന് നടക്കുന്ന 12,000 തേങ്ങേറിയൽ പ്രശസ്തമാണ്. ബാലുശ്ശേരിയുടെ മണ്ണിന്റെ ഊഷരതയ്ക്ക് കാരണമായ പുഴയാണ് മഞ്ഞപ്പുഴ. ഈ പുഴയുടെ സമീപത്തൂടെയുള്ള യാത്രകൾ രസകരമാണ്. രാമായണവുമായി ഈ മണ്ണിന്റെ കഥ ബന്ധപ്പെട്ടിരിക്കുന്നു. ബാലി തപസ് ചെയ്ത സ്ഥലമാണ് ബാലുശ്ശേരി ആയതെന്നാണ് കഥ. 2021 തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് സച്ചിൻ ദേവും ധർമ്മജൻ ബോൾഗാട്ടിയും ഇവിടെ നടത്തിയ തെരഞ്ഞെടുപ്പ് പോര് ബാലുശ്ശേരിയെ സവിശേഷമായ ജനശ്രദ്ധയിൽ എത്തിച്ചു. കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞുപോയ AC ഷൺമുഖദാസ് ബാലുശ്ശേരിയുടെ MLA ആയി 7 തവണകളിലായി 33 വർഷം പൂർത്തീകരിച്ചു എന്നത് അത്ഭുതത്തോടെ നോക്കിക്കാണാൻ കഴിയും. ഇവിടുത്തെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊണ്ടുവന്ന ജെൻട്രൽ ന്യൂട്രൽ യൂണിഫോം കേരളത്തിലാകമാനം ചർച്ചയായിരുന്നു. സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദ പഠനം സാധ്യമാക്കുന്ന ആദർശ സംസ്കൃത വിദ്യാലയം ബാലുശ്ശേരിയിലാണ്. ഇവിടെ എയിംസ് വരാൻ പോകുന്നു എന്ന് കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ്. എന്നാൽ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്ന കിനാലൂരും വയലടയും തോണിക്കടവും ഒക്കെ ബാലുശ്ശേരിക്ക് തിലകക്കുറികളാണ്. ഇതൊക്കെ വേറൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാത്തത്. ചലച്ചിത്രകാരനായ രഞ്ജിത്ത്, സുഡാനി ഫ്രം നൈജീരിയയിലെ ഉമ്മ സരസ ബാലുശ്ശേരി തുടങ്ങിയവരൊക്കെ ഇവിടുത്തുകാരാണ്. അപ്പം നിങ്ങൾക്കറിയാവുന്ന ബാലുശ്ശേരി വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം.